നമസ്കാരം. മീഡിയ വിഷൻ്റെ മറ്റൊരു സംവാദലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രവേശനോത്സവത്തിൽ സംസ്ഥാനത്തൊട്ടാകെ പാടുന്നത് താമരക്കുടി സ്കൂളിലെ ഭദ്രാഹരി എന്ന 10ാം ക്ലാസ്സുകാരിയുടെ വരികളാണ്. ഇന്നത്തെ അതിഥിയായി എത്തിയിരിക്കുന്ന ഭദ്രയെ നിറഞ്ഞ മനസ്സോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഭദ്രേ. നമസ്കാരം. സ്കൂൾ തുറക്കുമ്പോൾ എല്ലായിടവും പാടാൻ പോകുന്ന ഒരു പാട്ട് മോളുടേതാ അല്ലേ? എങ്ങനെയാ മോടെ പാട്ട് പ്രവേശനോത്സവ ഗാനമായത്? ഞാൻ 9ൽ നിന്ന് 10ലേക്ക് പോകുന്ന സമയത്ത് ഒരു വാർത്ത കണ്ടിരുന്നു. അതിൽ നമ്മുടെ പ്രവേശനോത്സവ ഗാനത്തിനായിട്ട് രചനകൾ ക്ഷണിച്ചുകൊണ്ടുള്ളൊരു അറിയിപ്പല്ലേ? അറിയിപ്പ്. അന്നേരം അത് കണ്ടിട്ട് എഴുതി വെച്ചു. അത് കണ്ടിട്ട് അയക്കാനായിട്ട് തീരുമാനിച്ചു. ആരാ പറഞ്ഞത് കണ്ടിട്ട് അയക്കാൻ? അച്ഛനും അമ്മയും. അച്ഛനും അമ്മയും പറഞ്ഞു. പാട്ട് എഴുതാനായിട്ട് തീരുമാനിച്ചു. എന്തുവായിരുന്നു എൻ്റെ വിഷയം? എന്തുവായിരുന്നു? കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രം ബേസ് ചെയ്തുള്ള. വേറെ എന്തൊക്കെയാ വിദ്യാഭ്യാസ ചരിത്രം? അതാണ് പ്രധാനമായിട്ടും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ പ്രവേശനോത്സവത്തെക്കുറിച്ചൊരു പാട്ട് എഴുതാൻ തീരുമാനിച്ചു. ആ പാട്ട് എഴുതാൻ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു വരുമല്ലോ. തീർച്ചയായിട്ടും നമ്മൾ പഠിച്ച കാലം, നമ്മുടെ സ്കൂള്. അപ്പോൾ ഈ പാട്ട് എഴുതിയപ്പോൾ എന്തൊക്കെ ചിത്രങ്ങളാണ് ഭദ്രയുടെ മനസ്സിലേക്കുണ്ടായി? എൻ്റെ സ്കൂൾ അനുഭവങ്ങൾ ഓർത്തു. എന്തൊക്കെയാണ്? വളരെ നല്ല അനുഭവങ്ങളാണ്. നമ്മൾ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുമ്പോൾ മറ്റ് സ്കൂളുകളെ പോലെ അല്ല. നമ്മൾ അവധിക്കാലത്ത് എത്രത്തോളം എൻജോയ് ചെയ്യുന്നോ അതുപോലെ പഠിക്കാനുള്ള അവസരങ്ങളാണ് പൊതുവിദ്യാലയങ്ങൾ തരുന്നത്. 1ാം ക്ലാസ്സിൽ പോയ കാര്യം ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. ഇല്ല. അന്ന് പ്രവേശനോത്സവം ഒന്നും ഓർമ്മയില്ല. ആരാ കൊണ്ടുവിട്ടെന്ന് പറയും? അച്ഛനമ്മേ. പിന്നെ നമ്മൾ 1ാം ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ ഹോളി ഏഞ്ചൽസിൽ ആയിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഇത്തരം പ്രവേശനോത്സവമോ ഒന്നുമില്ല. അത്ര കളറുകളൊന്നും ഉള്ള ഒരു പ്രവേശനോത്സവം ആയിരുന്നില്ല. പ്രവേശനോത്സവം ഇല്ല. പിന്നീടെന്നാ നമ്മളിങ്ങനെ ഒരു പൊതുവിദ്യാഭ്യാസത്തിന്റെ ഇതിലേക്ക് വന്നിരുന്ന 5ാം ക്ലാസ്സിലാണ് ഞാൻ കവിത എഴുതി തുടങ്ങിയതും ആ വർഷമാണ്. അത് ശരി. പൊതുവിദ്യാലയത്തിലേക്ക് വന്ന ആദ്യ വർഷം തന്നെയാണ് കവിത എഴുതി തുടങ്ങിയത്. ഞാൻ കവിത എഴുതുമെന്ന് തോന്നിയതപ്പോഴാ? ഒരു കവിത എഴുതി കഴിഞ്ഞപ്പോഴാണ്. അത് ഏത് കവിതയാ? വീണ്ടും ഒരു ദിനാചരണം. അതെന്തോ അത് എഴുതാൻ പറ്റിയ ഒരു സാഹചര്യം എന്തോ? അത് പരിസ്ഥിതി ദിനത്തിന് ശേഷം എഴുതിയൊരു കവിതയാണ്. പരിസ്ഥിതി ദിനത്തിന് ശേഷം? ഈ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചെടി നടുന്ന ചടങ്ങൊക്കെ ഉണ്ട്. ആ ചടങ്ങിന് അപ്പം നമ്മുടെ നാട്ടിൽ പലയിടത്തും അങ്ങനത്തെ ചടങ്ങുകൾ, പല റെസിഡൻസ് അസോസിയേഷൻ അങ്ങനെയൊക്കെ നടന്നു. അങ്ങനെ നടന്ന ഒരു ചടങ്ങിൽ നട്ട തൈകൾ പിന്നീട് ഒരു ശ്രദ്ധയും ഇല്ലാതെ നശിച്ചു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ എനിക്ക് വളരെ വിഷമം തോന്നി. നമ്മൾ വെറും ഒരു ദിനാചരണത്തിന് വേണ്ടി മാത്രം നടുക. നമുക്ക് യാതൊരു സാമൂഹ്യ പ്രതിബദ്ധതയില്ല. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ ഒരു ചിന്തയിൽ നിന്നാണ് ആദ്യത്തെ കവിത ഉണ്ടാകുന്നത്. പേരെന്തായിരുന്നു? വീണ്ടും ഒരു ദിനാചരണം. ആ കവിത ആദ്യമായിട്ട് ആരെ കാണിച്ചേ? അച്ഛനെയും അമ്മയും രണ്ടുപേരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ കാണിച്ചു. പിന്നെ ഞങ്ങളുടെ മലയാളം ടീച്ചർ ജയലക്ഷ്മി ടീച്ചറെ കാണിച്ചു. ടീച്ചർ എന്ത് പറഞ്ഞു? ടീച്ചർ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നൊരു ആത്മവിശ്വാസം ഉണ്ടായി ഇല്ലയോ? പിന്നീട് അടുത്ത കവിതയിലേക്കുള്ള യാത്ര എങ്ങനെ? പിന്നീട് എഴുതിയ കവിത ധനുമാസ പൗർണമിയായിരുന്നു. അത് ഇവിടെ കുറച്ച് മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, പണ്ട്. അപ്പം ആ ഒരു അന്തരീക്ഷത്തിൽ ഒരു ദിവസം ധനുമാസത്തിലൊരു നല്ല സീനറി കണ്ടു. പൂർണ്ണചന്ദ്രനൊക്കെ ഉള്ള ധനുമാസ പൗർണമി. അതായിരുന്നു 2ാമത്തെ കവിത. അങ്ങനെ അതിനെക്കുറിച്ച് എഴുതി. അങ്ങനെ ഉള്ളിലൊരു കവി ഉണ്ടെന്ന് സ്വയം തിരിച്ചറിഞ്ഞു അല്ലേ? അച്ഛനും അമ്മയിലെ ആരാ കവിതയെ കൂടുതൽ സ്നേഹിക്കുന്നേ? രണ്ടുപേരും കവിത ഇഷ്ടം. ഇഷ്ടപ്പെട്ട കവയത്രി ആരാ? കവിയത്രിയാണോ കവിയാണോ? ഏകദേശം എല്ലാ കവികളെയും തന്നെ ഇഷ്ടമാണ്. പിന്നെ കുമാരനാശാന്റെ കവിതകൾ ഇഷ്ടമാണ്. സുഗതകുമാരി ടീച്ചർ, ONV വൈലോപ്പള്ളി ഒക്കെ ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ അന്നേരം നമ്മൾ ചേർത്ത് വെക്കുന്ന എല്ലാ കവിതകളും ഉണ്ടാവുമല്ലോ. അതേതാ? ആശാന്റെ വീണപൂവ് ഇഷ്ടമുള്ള കവിതയാണ്. പരിസ്ഥിതിയാണോ ഇഷ്ട വിഷയം ആണോ? താമരക്കുടിയിലെ പരിസ്ഥിതിയും പ്രകൃതിയൊക്കെ എങ്ങനെയുണ്ട്? ഞങ്ങളുടെ സ്കൂളിന്റെ ഫ്രണ്ടിൽ ആദ്യം എത്തുമ്പോൾ തന്നെ ഒരു നല്ല കാവാണ് കാണുന്നത്. ഇത് നമുക്ക് ഈ കളിക്കാനുള്ള പീരീഡുകളിലും ഒക്കെ കുട്ടികളുടെ പ്രിയപ്പെട്ട സ്ഥലമാണ്. കാവിൻ്റെ അടുത്തുള്ള സ്റ്റെപ്പുകളിലൊക്കെ ഒരുപാട് കുട്ടികൾ വന്നിരിക്കാറുണ്ട്. നല്ല തണുപ്പാണ്. ഉച്ച നേരത്ത് പോലും കാവിൻ്റെ സൈഡിലുള്ള ക്ലാസ് റൂമുകളിലൊക്കെ ഫാനൊന്നും ആവശ്യമില്ല, വേനൽക്കാലത്ത് പോലും. അങ്ങനെ പരിസ്ഥിതി സൗഹൃദമായ ഒരു സ്കൂള് കിട്ടിയത് വലിയ ഭാഗ്യം. വളരെ ഭാഗ്യം. അത് നമ്മുടെ എഴുത്തിനെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ സ്കൂള്? തീർച്ചയായിട്ടും സ്കൂളിൻ്റെ ഒരു പാരിസ്ഥിതിക പശ്ചാത്തലം വളരെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ കാവുകളും മരങ്ങളും ഒക്കെ നമ്മൾ കണ്ടു വളരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അതിനോടൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. ഈ
കരിഞ്ഞു പോയ ഒരു തൈയിൽ നിന്നാണ് ആദ്യത്തെ കവിത തുടങ്ങുന്നത്. ആ വരികൾ ഓർമ്മയുണ്ടോ? പരിസ്ഥിതിക്കായോ ദിനാചരണത്തിനോ എന്തിനീ ചെടിയെ ഇവിടെ നട്ടു, കത്തുന്ന ചൂടിതിൽ ദാഹിച്ചു വലയുന്നൊരു ചെടി ഏതൊരു തെറ്റു ചെയ്തു. ഒന്നാം ദിനമതിൽ പൈമ്പാലൊഴിച്ചു നാം നട്ടതല്ലേ ഈ കുരുന്നു തയ്യേ. ജലമില്ല, വളമില്ല, തണലില്ല, എരിയുമി വേനലിൽ വാടിത്തളർന്നു നിൽപ്പൂ. ഒന്നു വളരാൻ കൊതിക്കുമ്പോഴാരോ കിളച്ചു മറിച്ചു കളയോടൊപ്പം. അവരൊട്ട ലക്ഷ്യമായി ചൊല്ലുന്നു നാളെ പരിസ്ഥിതി തൻ ദിനമാണു പോലും. നമ്മൾ ഒരു 5ാം ക്ലാസ്സിൽ എഴുതുന്ന കുട്ടിയുടെ സാധാരണ ബാലകവിതകളുടെ വിഭാഗത്തിലാണ് കൊച്ചുകുട്ടികളുടെ കവിത വരുന്നത്. പക്ഷേ ഇത്രയും ഡെപ്തുള്ള ഒരു വരികൾ എഴുതണമെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും ആശയം ചർച്ച ചെയ്യണമെങ്കിൽ സാധാരണ കവികൾക്ക് ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് വരികളുണ്ടാകുന്നത്. മോളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള വരികൾ എഴുതാൻ കഴിയുന്നത്? എങ്ങനെ? ശരിക്കും ഈ കവിത എഴുതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ നല്ലപോലെ ഹർട്ട് ചെയ്തു. അതിൽ ഞാൻ സ്കൂളിൽ പോകുന്ന വഴിക്ക് കണ്ടതാണ്. ഹർട്ട് ചെയ്തു. പക്ഷെ അന്നൊന്നും എഴുതിയില്ല. പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അച്ഛനൊരു കച്ചി പേപ്പറിൻ്റെ ബുക്ക് കൊണ്ടുവന്നു. സ്വാഭാവികമായിട്ടും ഞാനും അവളോട് അതിന് പിടിയിട്ടു. അപ്പോൾ അച്ഛൻ ആ ബുക്ക് 2ആയിട്ടങ്ങ് മുറിച്ചു. 2 സ്റ്റാപ്ലറും വെള്ളം താഴെയുള്ള നടുക്ക് വെച്ചങ്ങ് മുറിച്ചു. ഒരു കഷ്ണം അവക്കും ഒരു കഷ്ണം എനിക്കും തന്നു. ആ ബുക്കിനകത്ത് എന്തെങ്കിലും ഒന്ന് എഴുതി, നമുക്ക് പുതിയ ബുക്ക് കിട്ടുമ്പോൾ എന്തെങ്കിലും എഴുതണമെന്നുള്ളൊരു ആഗ്രഹം വരുമല്ലോ. എന്തെങ്കിലും എഴുതണമെന്ന് വിചാരിച്ച് എന്തോ നോട്ട് എഴുതാനൊന്നും എനിക്കൊരു സുഖം തോന്നിയില്ല. പുതിയൊരു ബുക്ക് എടുത്ത് വെച്ച് നോട്ട് എഴുതുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അന്ന് എന്തെങ്കിലും എഴുതണമെന്നുള്ള ചിന്തയിൽ എഴുതിയതാ. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് എഴുതിയ കവിത മനസ്സിൽ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട് അല്ലയോ? ഇപ്പോൾ സുഗതകുമാരിയാണല്ലോ ഇഷ്ട കവി എന്ന് പറഞ്ഞത് അല്ലേ? കുമാരനാശാൻ്റെ കവിതകൾ ഇഷ്ടം. പ്രത്യേകിച്ചും സുഗതകുമാരി ടീച്ചറുടെ കവിതകളിൽ നിറയുന്ന ഒരു പ്രധാന ഭാവമുണ്ട്. പരിസ്ഥിതിയുണ്ട്, ഒറ്റപ്പെടലിൻ്റെ വേദനയുണ്ട്. മോളുടെ കവിതയും ചെറിയ കവിതയാണെങ്കിലും ഇതെല്ലാം അതിൽ നെള്ളിക്കുന്നുണ്ട്. സുഗതകുമാരിയുടെ ഏതൊക്കെ കവിതകളാണ് മോൾക്ക് ഇഷ്ടമായിട്ടുള്ളത്? സുഗതകുമാരി ടീച്ചറിൻ്റെ അമ്പലമണി ഇഷ്ടമുള്ള അമ്പലമണി കവിതാ സമാഹാരമല്ലേ? അതെ, അതിനകത്ത് അമ്പലമണി എന്നുള്ള കവിത ഇഷ്ടമാണ്. പിന്നെ എനിക്കിഷ്ടമുള്ളൊരു കവിത തുലാവർഷപ്പച്ച ഇഷ്ടമുള്ളതാണ്. രാധ എവിടെ ഇഷ്ടമാണ്. ആശാൻ കവിതകളിലോ? ആശാൻ കവിതകളിൽ സീത ഇഷ്ടമാണ്. വീണപൂവ്. ആശാൻ്റെ പുഷ്പവാടി വളരെ രസകരമായ കവിതാ സമാഹാരമാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കവിതയാണ്. അപ്പോൾ ഇങ്ങനെ പരിസ്ഥിതിയെക്കുറിച്ച് എഴുതിയവരിൽ ഏറ്റവും പ്രമുഖനായത് ONV കവിതകൾ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. ONVയുടെ ഏതൊക്കെ കവിതകളാണ്? ONVയുടെ ഭൈരവൻ്റെ തുടി എന്നുള്ളൊരു കവിതാ സമാഹാരമുണ്ട്. അതിനകത്തെ കവിതകൾ വായിച്ചിട്ടുണ്ട്. പിന്നെ ശാർഗക പക്ഷികൾ ഇഷ്ടമുള്ള കവിതയാണ്. ഭൂമിക്കൊരു ചരമഗീത, അയ്യോ ഞാനത് വിട്ടുപോയത്, അത് ഇഷ്ടമുള്ള കവിതയാണ്. ഇത് വായിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കവിത മാത്രമേ മനസ്സിൽ കിട്ടുള്ളൂ, പെട്ടെന്ന് പേര്. പിന്നെ യമുനയെ കുറിച്ച് എഴുതിയൊരു കവിതയുണ്ട്, അതൊക്കെ വളരെ ഇഷ്ടപ്പെട്ട. നീലാഭ്രം വീണലിയുകയാലോ മാറിൽ കണ്ണനൊടിക്കുകയാലോ, വളരെ ഇഷ്ടമുള്ള കവിതയാണ്. ഈ വായനയിലേക്ക് മോളെ നയിച്ചാരാ? കുട്ടിക്കാലത്ത് വീട്ടിൽ വരുത്തുന്ന പുസ്തകങ്ങളൊക്കെ അച്ഛൻ എനിക്ക് വായിച്ചു തരാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് വായനയിലേക്ക് വന്നത്. പിന്നെ ഞാൻ തന്നെ വായിക്കാറായപ്പോൾ വാങ്ങിത്തരുമായിരുന്നു. യുവജനോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് യുവജനോത്സവ അനുഭവങ്ങളൊക്കെ? എങ്ങനെ? വളരെ കളർഫുള്ളായ അനുഭവങ്ങളായിരുന്നു. ഏതൊക്കെ ഇനങ്ങളിലാണ് ചേരുന്നേ? സ്കൂൾ തലത്തിൽ ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, കവിതാരചന. പാട്ട് പഠിക്കുന്നുണ്ടോ? പഠിച്ചിരുന്നു. SSLCയുടെ തിരക്കായിട്ട് നിർത്തി വെച്ചിരിക്കുക. രചനാ മത്സരങ്ങൾ ഏതൊക്കെയാണ് ചേരുന്നത്? കവിതാരചന മാത്രം. മലയാളം മാത്രമല്ലേ ഉള്ളൂ? പ്രൈസ് കലോത്സവങ്ങളിൽ 8ലും 9ലും എനിക്ക് സ്റ്റേറ്റിൽ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റിൽ അല്ലേ? ഈ നമുക്കിനി ഈ പാട്ടിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് എല്ലാ സ്കൂളുകളിലും ഇത് പാടാൻ പോവാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാഭ്യാസ ചരിത്രം ഇതിനകത്തുണ്ട്. നമ്മുടെ കാർഷിക സംസ്കാരമുണ്ട്, പുരോഗതിയുണ്ട്, കലകളുണ്ട്, ലഹരി വിരുദ്ധതയുണ്ട്, എല്ലാം അടങ്ങിയിട്ടുള്ള സമഗ്രമായ ഒരു ഗാനമാണ് നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് എല്ലാ കുട്ടികളും ഏറ്റുപാടുമ്പോൾ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ നമ്മുടെ മനസ്സിൽ തെളിയുന്നത് എന്തൊക്കെയാണ്? ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അപ്രതീക്ഷിതമായ ഒരു സംഭവം ആയതുകൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട്.
ഈ പാട്ട് എഴുതി കഴിഞ്ഞിട്ട് രക്ഷാകർത്താക്കൾ തന്നെയാണല്ലോ ആദ്യം കണ്ടത്. അതെ അതെ. പിന്നീട് വേറെ ആരെങ്കിലും കാണിച്ചിരുന്നോ? പിന്നെ ഞങ്ങളുടെ മലയാള അധ്യാപിക ജയലക്ഷ്മി ടീച്ചർ, ഞാൻ പറഞ്ഞില്ലേ, ടീച്ചർക്ക് അയച്ചു കൊടുത്തു. ടീച്ചറോട് അയക്കട്ടെ എന്ന് ചോദിച്ചു. ടീച്ചർ പറഞ്ഞു വലിയൊരു കാര്യമാണ്, പക്ഷെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഇത് പ്രതീക്ഷ ഉണ്ടായിരുന്നോ ഈ ഇങ്ങനെ തിരഞ്ഞെടുപ്പ്? ഓ ഇല്ല, പ്രതീക്ഷയില്ലായിരുന്നു. അയച്ചു എന്നേ ഉള്ളൂ, പ്രതീക്ഷയില്ലായിരുന്നു. ഏത് സാധനം നമ്മൾ അയച്ചാലും കുറച്ചാളൊക്കെ പ്രതീക്ഷിക്കത്തില്ലേ? ലോട്ടറി എടുത്ത് നമ്മുടെ കൈ പ്രതീക്ഷിച്ചില്ല. ഇതൊരു പ്രവേശനോത്സവ ഗാനമല്ലേ, അപ്പൊ നമുക്ക് അത്രയ്ക്കൊരു പ്രതീക്ഷ വരത്തില്ലല്ലോ. സ്റ്റേറ്റ് മുഴുവനുള്ള ഒരു കാര്യം. തീർച്ചയായും. ഇതിന്റെ അറിയിപ്പ് ഈ മെയ് മാസത്തിലാണ്. ഡേറ്റ് കൃത്യം ഞാൻ ഓർക്കുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു. എന്ത് പറഞ്ഞു? കവിത സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു. മന്ത്രിയുടെ ഓഫീസിൽ പോയില്ലേ? പോയി. അവിടെ ചെന്നിട്ടുള്ള അനുഭവങ്ങളൊക്കെ എങ്ങനെയാ? അവിടെയും അത് തന്നെ, നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള അനുഭവങ്ങളാണ്. ആദ്യമായിട്ടല്ലേ വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് കാണുന്നത്? നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കണ്ടറിഞ്ഞിട്ടുള്ള ഒരു മന്ത്രിയെ നേരിട്ട് കാണുമ്പോൾ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളോ ആശങ്കകളോ ഒക്കെ ഉണ്ടാവല്ലോ. എന്തായിരുന്നു നേരത്തെ ഒരു അനുഭവം? ഇപ്പോഴത്തെ ഒരു അനുഭവം പറഞ്ഞാൽ, ഈ പ്രസ് റിലീസിന് വിളിക്കും എന്ന് പറഞ്ഞു, വിളിച്ചു, പക്ഷെ എന്താണ് എന്നറിയത്തില്ല. നമ്മളവിടെ ചെന്നു, അപ്പൊ പോലും അറിയത്തില്ല. ഇല്ല, പക്ഷെ അദ്ദേഹം കവിത ചൊല്ലിച്ചു. പക്ഷെ എന്റെ ഈണത്തിലാ ചൊല്ലു. പക്ഷെ അന്നേരം മറ്റേത് ഞാൻ അന്നേരം കേട്ടതേ ഉള്ളായിരുന്നു. ഒഫീഷ്യൽ സോങ് അന്നേരം കേട്ടതേ ഉള്ളായിരുന്നു. പക്ഷെ അതുകൊണ്ട് അമ്മന്നൊക്കെ അന്നേരത്തെ ആ ഈണം മനസ്സിൽ നിൽക്കത്തില്ലല്ലോ. അപ്പൊ എഴുതിയപ്പോ മോള് അവിടെ ചെല്ലുന്നതിന് മുമ്പ് റെക്കോർഡ് ചെയ്ത പാട്ട് കേട്ടിട്ടില്ല. ഇല്ല, അവിടെ കേട്ടത്. ഇതിന് വിഷ്വൽ ഒന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഒന്നും കണ്ടിട്ടില്ല. അവിടെ ചെന്ന് അവർ ഒഫീഷ്യലായിട്ട് പ്രദർശിപ്പിച്ചപ്പോഴാണ് നമ്മുടെ പാട്ട് ഈ നിലയിലേക്ക് ആയെന്നറിയുന്നത്. എങ്ങനെ തോന്നുന്നു? നമ്മൾ എഴുതിയത് തന്നെയാണോ വിഷ്വൽ ചിത്രീകരിച്ചിരിക്കുന്നത്? എഴുതിയത് തന്നെയാണ്. മാത്രമല്ല വരികൾക്ക് കറക്റ്റ് വരുന്ന ദൃശ്യങ്ങള്, അതുപോലെ ഈണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അൽഫോൺസ് അല്ലേ അദ്ദേഹത്തിന്റെ ആലാപനവും ഈണവും ഒക്കെ ആ പാട്ടിനെ വളരെ മികച്ചതാക്കി. നമ്മൾ എന്താണോ ചിന്തിച്ചത് അതിലും ഒരുപാട് ഉയരങ്ങളിലെത്തിക്കാൻ അത് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇതുവരെയുള്ള പ്രതികരണങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? ആരൊക്കെ വിളിച്ചു? നല്ല പ്രതികരണങ്ങളാണ്. ടീച്ചേഴ്സ് എല്ലാം വിളിക്കുന്നുണ്ട്, കൂട്ടുകാർ വിളിക്കുന്നുണ്ട്. പിന്നെ വേറെ ആരെങ്കിലും? ഞങ്ങളുടെ സ്കൂൾ മാനേജർ വിളിച്ചു, ഹെഡ് മിസ്ട്രസ് വിളിച്ചു. ഈ കൂട്ടുകാരൊരു പ്രധാന ഘടകമല്ലേ നമ്മുടെ എഴുത്തിലും നമ്മുടെ അനുഭവങ്ങളിലും ഒക്കെ? അതെ. ആരൊക്കെ? അടുത്ത കൂട്ടുകാരൊക്കെ? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സാന്ദ്രനയന എൻ്റെ അടുത്ത കൂട്ടുകാരിയാണ്, ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ്. പിന്നെ ക്ലാസ്സിലുണ്ട് വേറെ കൂട്ടുകാർ. ഈ പാട്ടിലെ മോടെ എന്തെല്ലാം അനുഭവങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്? ഈ പാട്ടില് നമ്മുടെ സ്കൂൾ കാലം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും മഴയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ജൂണിലാണ് തുടക്കുന്നത്, മഴ വരുന്നതും. തുടക്കം തന്നെ അങ്ങനെയാണ്. അപ്പൊ ഗാനം തുടങ്ങിയത് തന്നെ മഴയിൽ നിന്നാണ്. അങ്ങനെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല, സയൻസില്, ഭാഷയില്, ചരിത്രത്തിലൊക്കെ അച്ചീവ് ചെയ്തിട്ടുള്ള പുരോഗതി, പിന്നെ കാർഷിക സംസ്കാരമായിട്ട് കേരളത്തിന് ഭയങ്കര ബന്ധമുണ്ടല്ലോ, അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ സ്കൂളുകൾ വളരെ മുൻഗണന കൊടുക്കുന്നുണ്ട്, അതും പറഞ്ഞിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വരി വിശ്വപ്രകൃതി ഒരുക്കിയ, അപ്പോൾ അങ്ങനെ ഒരു വരിയുണ്ടല്ലോ. അപ്പോൾ പറയാനുള്ള എല്ലാം ഒറ്റ വരിയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പ്രകൃതിയെ എങ്ങനെയൊക്കെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്? പ്രകൃതിയെ പ്രധാനമായിട്ടും നടന്ന് നോക്കി കാണാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഫ്രീ കിട്ടുമ്പോഴൊക്കെ വെളിയിലിറങ്ങി നമുക്ക് പരിസ്ഥിതി സംബന്ധമായിട്ട് കാണാനും അറിയാനും വളരെ ഇഷ്ടം. അതിനകത്തൊരു പ്രധാന കണ്ടന്റാണ് ലഹരി. വർത്തമാനകാലം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ലഹരിയാണ്. അപ്പം എല്ലാവരും ഉപദേശിക്കുന്നവരെല്ലാം മുതിർന്നവരാണ്. ലഹരി ഉപയോഗിക്കരുത്, ലഹരിയുടെ വഴിയെ പോകരുതെന്നൊക്കെ നമ്മളെ ഉപദേശിക്കുന്ന മുതിർന്നവരാണ്. ഒരു സഹപാഠി എന്ന അല്ലെങ്കിൽ ഒരു കുട്ടി എന്ന നിലയിൽ നമ്മുടെ സഹപാഠികൾക്ക് എന്താ ലഹരിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്? എന്താ? ലഹരി ഒരു വലിയ കെണിയാണെന്നാണ് പറയാനുള്ളത്. നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും നശിപ്പിച്ചാണ്. നമ്മുടെ കുട്ടികൾ കൂടുതൽ മെച്ചപ്പെടാനുള്ള ഒരു താല്പര്യം കൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ വിഷമങ്ങൾ കൊണ്ടാണ് ലഹരിയിലേക്ക് ചെന്ന് വിട്ടുപോകുന്നത്. അതിനെ തടയാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മുടെ അന്നന്നത്തെ എക്സ്പീരിയൻസസ് നമ്മുടെ അച്ഛനും അമ്മമാരുമായിട്ട് ഷെയർ ചെയ്യുക, പിന്നെ അധ്യാപകരുമായിട്ട്. നമുക്ക് എന്ത് വിഷമം തോന്നിയാലും നമ്മുടെ ടീച്ചേഴ്സിനോട് സ്വതന്ത്രമായിട്ട് പറയുക. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും സ്റ്റെപ്പിലൊരു വീഴ്ച ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും. ഇങ്ങനെ ഇന്നത്തെ കുട്ടികളെല്ലാം ഇങ്ങനെ അച്ഛനമ്മമാരോടൊക്കെ തുറന്ന് സംസാരിക്കാറുണ്ടോ? കൂട്ടുകാർ പലരും അതിന് ശ്രമിക്കാറില്ലെന്ന് കേട്ടിട്ടുണ്ട്. ഈ ലഹരി ഉപയോഗിക്കുന്ന കൂട്ടുകാരെ വല്ലതും നമ്മുടെ പരിചയത്തിലോ? അയ്യോ ഇല്ല, ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെയില്ല.
വളരെ ശ്രദ്ധയുള്ള ശ്രദ്ധയുള്ള സ്കൂളാണ്. ഓരോ കുട്ടിയെയും അറിഞ്ഞു പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ ജീവിതത്തിലും അതിൻ്റെ ചിന്തയെ രൂപപ്പെടുത്തുന്നതിലും സ്കൂളിനും അധ്യാപകർക്കും കൂട്ടുകാർക്കും ഒക്കെ നല്ല പങ്കുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പാട്ട് കൂട്ടുകാരെല്ലാം ഏറ്റുപാടാൻ പോവാം അല്ലേ? അത് മാത്രമല്ല ഈ സ്കൂൾ തുറക്കുന്ന വേളയിൽ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ അതിഥിയായിട്ട് നമ്മൾ പങ്കെടുക്കാൻ പോവാം. എങ്ങനെയായിരിക്കും ആ ഒരു അനുഭവമൊക്കെ, എങ്ങനെയായിരിക്കും പ്രതീക്ഷയൊക്കെ എങ്ങനെയായിരിക്കും? എങ്കിലേ അത് തൽക്കാലം ഇപ്പം ഞാൻ പ്രതീക്ഷിക്കുക എന്നൊരവസ്ഥ ഇല്ല. വെയിറ്റ് ചെയ്യാണ് അതനുഭവിക്കാൻ അല്ലേ? ഒരു നമ്മൾ മുൻപ് അനുഭവിച്ചിട്ടില്ലാത്തൊരു കാര്യം ആയതുകൊണ്ട് പ്രതീക്ഷകളൊന്നും പ്രതീക്ഷ പാടില്ല. ശരി, ഓക്കെ, വെരി ഗുഡ്. ഇപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ വരികൾ എഴുതുന്നത് അല്ലേ? 9ാം ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ രചനയാണ് ആദ്യമായിട്ട് പ്രവേശനോത്സവത്തിന് ഒരു വിദ്യാർത്ഥിയുടെ രചന തന്നെ ക്ഷണിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഒരു കുട്ടിയുടെ രചന തന്നെ വിദ്യാഭ്യാസ ഒരു സംവിധാനം പ്രവേശനോത്സവ ഗാനമായിട്ട് മാറ്റുമ്പോൾ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. അതിനെക്കുറിച്ച് അങ്ങനെ അധികം എനിക്കൊന്നും പറയാനില്ല. കുട്ടികൾക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങളൊക്കെ ഇപ്പോൾ എല്ലായിടും ഒന്നും കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്, എൻ്റെ അഭിപ്രായത്തിൽ കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ സ്കൂളിലൊക്കെ പ്രത്യേകിച്ച് ഏതൊക്കെ മേഖലയിൽ നിന്ന് കിട്ടുന്നുണ്ട്? ടീച്ചേഴ്സിൻ്റെ ഇടയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ മാനേജർ, അതുപോലെ സ്കൂൾ ഭരണസമിതിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. PTA-യിൽ ഈ സ്കൂളിലെ വിവിധ ക്ലബ്ബ് പ്രവർത്തനങ്ങളില്ലേ? പലതരത്തിലുള്ള സീഡ് ക്ലബ്ബുണ്ട്, അതേപോലെ പരിസ്ഥിതി ക്ലബ്ബുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? എങ്ങനെ ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളെ പറ്റി ഒരു അവബോധം നമുക്ക് ഉണ്ടാക്കി തരുന്നു. ഇപ്പം ലഹരി വിരുദ്ധ ക്ലബ്ബാണെങ്കിൽ നമുക്ക് സമൂഹത്തിൽ അത് വളരെ മോശം ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് എന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതിനെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും അതിനകത്തൊന്ന് വിഡ്രോ ആവുകയാണ്. തീർച്ചയായും. ഈ താമരക്കുടി ഒരു കാർഷിക ഗ്രാമം, കലാഗ്രാമം ഒക്കെയാണ് അല്ലേ? താമരക്കുടി എങ്ങനെയൊക്കെയാണ് നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളത്? എങ്ങനെയാണ്? എൻ്റെ വീട്, അമ്മയുടെ വീട്ട് സ്കൂളിനടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ നടന്നു പോവാണ് ചെയ്യുന്നത് സ്കൂളിലേക്ക്. അപ്പോൾ അങ്കിളി പറഞ്ഞ പോലെ പാരിസ്ഥിതിക പശ്ചാത്തലം ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ രാവിലെ പോകുമ്പോഴൊക്കെ ഈ നമ്മുടെ ചുറ്റുമുള്ള വഴികളും കാഴ്ചകളും ഒക്കെ നല്ലപോലെ ആസ്വദിച്ചാണ് പോവാറ്. നല്ല വയലും പിന്നെ കുന്നുകളുണ്ട്, കയ്യാലകളുണ്ട്. ഇപ്പം അതൊക്കെ കാണാനില്ലാത്ത കാഴ്ചകളാണ്. കാട് പിടിച്ചെടുക്കുന്ന സ്ഥലങ്ങൾ തന്നെ ഉണ്ട്. ആ സ്കൂള് തന്നെ ഒരു പരിസ്ഥിതിയുടെ ഒരു പ്രതീകമാണ് അല്ലേ? അപ്പോൾ താമരക്കുടി പോലെ ഒരു ഗ്രാമീണ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന ഒരു കുട്ടി സംസ്ഥാനത്തെ ഏറ്റവും മികച്ച തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രവേശനോത്സവ ഗാനം എഴുതുന്നു. ഇത് ഏതെല്ലാം തരത്തിലുള്ള സന്ദേശമായിരിക്കും സമൂഹത്തിന് നൽകുന്നത്? എന്തൊക്കെയാണ് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ, ഗ്രാമീണ മേഖലയിലുള്ള സ്കൂളുകൾ പലതും മോശമാണെന്നൊരു സങ്കല്പം പൊതുവെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ആ സങ്കല്പം തെറ്റാണ് എന്നുള്ളൊരു സന്ദേശം തീർച്ചയായിട്ടും ഏത് മേഖല, ഇപ്പോൾ ഗ്രാമീണ മേഖലയായാലും നഗരത്തിലുള്ളൊരു സ്കൂളായാലും അത് തമ്മിൽ വലിയ വ്യത്യാസം. ഇത് നല്ലതല്ലെങ്കിൽ അത് മോശം എന്ന് പറയാനൊക്കത്തില്ല. ഓരോ സ്കൂളിനും അതിൻ്റെതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മികവുകളുണ്ടായിട്ടുണ്ട്. ഈ ഇപ്പോഴത്തെ കാലത്ത് ഈ രക്ഷകർത്താക്കളായാലും സമൂഹമായാലും പുത്തൻ രീതികളോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നു. പുതിയ ജീവിത രീതി, പുതിയ ജീവിത ശൈലികൾ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ ജനിക്കുമ്പം തൊട്ട് ഇംഗ്ലീഷ് പഠിക്കുവാൻ എന്ന് പറഞ്ഞ കവിത അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ്? ആ രീതിയെ എതിർക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. നമ്മുടെ ഭാഷ, നമ്മുടെ സംസ്കാരം, ഇതിനോടൊക്കെ ഇഷ്ടം കൂടുതലുള്ളതുകൊണ്ടായിരിക്കും ഈ കാഴ്ചപ്പാടിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്തയൊക്കെ രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ രക്ഷിതാക്കൾക്ക് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ നമ്മളിലെ എഴുത്ത്, നമ്മളിലെ വായന, നമ്മുടെ ചിന്തകൾ, അപ്പോൾ എങ്ങനെയൊക്കെ അച്ഛനും അമ്മയും മോളുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട്? ആദ്യകാലത്തൊക്കെ വായിക്കാൻ നല്ല നല്ല ബുക്സ് സെലക്ട് ചെയ്ത് തരുന്നതിൽ അച്ഛനും അമ്മയും ഒരുപോലെ സെലക്ട് ചെയ്ത് തന്നിരുന്നു. പിന്നെ നമ്മുടെ അഭിപ്രായ രൂപീകരണത്തിൻ്റെ ഒരു പ്രായമാണല്ലോ കൊച്ചു കുട്ടികൾ, പൊതുവെ മുതിർന്നവരുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ അച്ഛനും അമ്മയും അങ്ങനെ നമ്മുടെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്നവരായതുകൊണ്ട് അഭിപ്രായങ്ങൾ പരിഗണിക്കാറുണ്ടോ? പിന്നെ തീർച്ചയായും. ഇപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ഇത് കേട്ട് വളരുക എന്നുള്ളൊരു അവസ്ഥയിൽ എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായതായിരിക്കാം. ഈ എഴുത്ത് എന്നുള്ളത് അല്ലെങ്കിൽ കല എന്നുള്ളത് ഇൻബോണാണ്, നമ്മൾ അങ്ങനെയാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഇൻബോണായിട്ടുള്ള ഒരു സാധനത്തെ നമ്മൾ രാഗി മിനുക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിൽ ഒരു കലയുണ്ടെന്ന് അച്ഛനും അമ്മയും ഇത് ഒരു പക്ഷേ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടാവണം.
അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയ എന്ന് വെളിപ്പെട്ട എന്തെങ്കിലും ഒരു സന്ദർഭം അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. കുഞ്ഞുനാളിൽ ഏതൊക്കെ പുസ്തകങ്ങളാണ് വായിക്കാൻ തന്നിട്ടുള്ളത്? കുഞ്ഞുനാളിൽ ഈ കളിക്കുടുക്ക, മിന്നാമിന്നി, അതുപോലെ ബാലപ്രസിദ്ധീകരണങ്ങൾ, ബാലരമ, ബാലഭൂമി ഇതെല്ലാം വാങ്ങിത്തരുമായിരുന്നു. അതിനൊന്നും ഒരു മടിയും കാണിച്ചിട്ടില്ല. അപ്പോൾ ഒരെണ്ണേ വാങ്ങിത്തരും, അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ലായിരുന്നു. എത്രത്തോളം വായിക്കുന്നോ അത്രത്തോളം വായിച്ചു. അതൊരു നല്ല ശീലമാണ്. കവിത എഴുത്തിനെ ഗൗരവമായി കാണാൻ തന്നെയാണോ തീരുമാനം? അതെ, തീർച്ചയായും. നമ്മുടെ മനസ്സിൽ ആരെ പോലെ എഴുതണം എന്നൊരു ചിന്തയുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്നൊരു രൂപമുണ്ടോ, അല്ലെങ്കിൽ ഇന്നയാളെ പോലെ ആകണം? പലരുടെ രീതികളിൽ എനിക്കിഷ്ടമുള്ളത് ആരൊക്കെ അങ്ങനെ ഓരോ ശരി, അതൊരു നല്ല ഇതാണ്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ആരുടെയൊക്കെ എന്തൊക്കെ ഗുണങ്ങളായിരിക്കും സ്വീകരിക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ എനിക്കിപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മളെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഇപ്പോൾ നമ്മൾ അറിഞ്ഞു അറിയാതെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട്. പെട്ടെന്ന് പറയാൻ ഇപ്പോൾ നമ്മളിൽ വരുന്ന ഇപ്പോൾ സുഗതകുമാരിയുടെ കവിതകൾ വായിക്കുമ്പോൾ നമുക്ക് അതിനോടൊരു ആഭിമുഖ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ONV വായിക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ ഈ സുഗതകുമാരിയുടെ ഈ ശൈലിയിലാകണം എന്ന് നമുക്ക് തോന്നുന്ന ചില ഘടകങ്ങളുണ്ടാവും. അതെ, ഇപ്പം സുഗതകുമാരി ടീച്ചറിന്റെ കവിതയിലെ ലാളിത്യം, പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ബിംബങ്ങൾ പോലും സാധാരണക്കാർക്ക് മനസ്സിലാകുമ്പോഴാണ് ഒരു സമൂഹം നന്നാവുന്നത്. തീർച്ചയായും. പുതിയ എഴുത്തുകാരെ ആരെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടോ? പുതിയ എഴുത്തുകാരെ ഇഷ്ടമാണ്. ഇപ്പോൾ VK ഹരിനാരായണൻ സാറിൻ്റെ പാട്ടുകൾ കേൾക്കാറുണ്ട്. പിന്നെ മുരുകൻ കാട്ടാക്കട സാറ്, രാജീവ് ആലുങ്കൽ സാറ്, ഇവരെയൊക്കെ, റഫീഖ് അഹമ്മദ്, അവരെയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഒരു കൺഗ്രാറ്റ്സ്. താങ്ക് യു. എന്തിനായിരിക്കും? പ്രവേശനോത്സവം. അത് മാത്രമല്ല, 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടിയതിന് അത് നമ്മളങ്ങ് വിട്ടുപോയി അല്ലേ? അപ്പോൾ 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടിയാൽ +2-ന് നല്ല കോഴ്സ് എടുത്ത് പഠിക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ടുള്ള വിദ്യാഭ്യാസ ഭാവി? ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിക്കാൻ. ഹ്യൂമാനിറ്റീസ് എടുത്താ? ചരിത്രം ഇഷ്ടമാണ്. ശരി. എന്താ ലക്ഷ്യം? എങ്ങനെ? മലയാളം ഉപരിപഠനം നടത്തിയിട്ട് മലയാളം ലെക്ചർ ആവാനാണ് ആഗ്രഹം. ഹ്യൂമാനിറ്റീസ് +2-ന് ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ചിട്ട് BA മലയാളം എടുക്കാം അല്ലേ? മലയാളം ലെക്ചർ ആവുക. അതാ, കൊള്ളാം, വെരി ഗുഡ്. അമ്മ അധ്യാപിക ആയതുകൊണ്ടാണോ? അങ്ങനെയല്ല, എനിക്ക് മലയാളം ലാംഗ്വേജിനോടൊരു ഇഷ്ടമുണ്ട്. അതുപോലെ പഠിപ്പിക്കുക എന്നുള്ളൊരു അധ്യാപനത്തോട് ഇഷ്ടമുണ്ട്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന ഒരു ജോലിയാണ് ശരിക്കും മലയാളം ലെക്ചർ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് തീർച്ചയായും. അതുകൊണ്ട് അധ്യാപനത്തോടൊരു ഇഷ്ടം തോന്നാനുള്ളൊരു, അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ പലരുടെയും രീതികൾ ഇഷ്ടപ്പെട്ട് തോന്നിയൊരു ഇഷ്ടമാണെന്ന് തന്നെ പറയേണ്ടി വരും. അല്ല, നമ്മുടെ ഇപ്പോൾ അച്ഛൻ റവന്യൂ വകുപ്പിൽ ഡെപ്യൂട്ടി തഹസിൽദാരാണ്, അമ്മ ടീച്ചറാണ്. അപ്പോൾ 2 വകുപ്പാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒന്ന് തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അധ്യാപകരുടെ എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത്? ഒന്ന്, കുട്ടികളെ ഓരോരുത്തരെ അവരുടെ മനസ്സറിഞ്ഞ് പരിഗണിക്കാനുള്ള ഒരു അധ്യാപകരുടെ അതിഷ്ടമാണ്. പിന്നെ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്താൻ അധ്യാപകർക്കാണ് രക്ഷകർത്താക്കളെക്കാൾ കൂടുതൽ. കാരണം കുട്ടികൾ കൂടുതൽ സമയം സ്കൂളിലാണ് ചെലവഴിക്കുന്നത്. അപ്പം അതിന് അധ്യാപകർക്ക് കഴിയും. പിന്നെ ഒരു വ്യക്തി എങ്ങനെയാകണം എന്ന് റോൾ മോഡലായിട്ട് കാണിച്ചു കൊടുക്കാൻ അധ്യാപകർക്ക് പറ്റും. വെരി ഗുഡ്. ഇപ്പോൾ എല്ലാം വായനയൊക്കെ ഇപ്പോൾ പാഠപുസ്തകങ്ങളിൽ ഒതുങ്ങുകയാണ് ചെയ്യുന്നത് അല്ലേ? നമുക്ക് ഒരു മനുഷ്യന് കിട്ടുന്ന അറിവിൻ്റെ 4/1 മാത്രമേ പാഠപുസ്തകങ്ങളിൽ നിന്നും കലാലയങ്ങളിൽ നിന്ന് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതിന് പുറത്തുള്ളൊരു വായനയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ സാധ്യതയില്ലേ? എന്താ വായനയുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് എന്താ നമുക്ക് പറയാനുള്ളത്? വായനയുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പം കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികൾ തന്നെ പറയേണ്ടി വരും. വായിച്ച് വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. വ്യക്തിത്വ വികാസത്തിൽ വായനയ്ക്ക് നല്ല പങ്കുണ്ട്. ഇപ്പോൾ പാഠപുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മളത് ബൈഹാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിലായിരിക്കും വായിക്കുന്നത്. പക്ഷേ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ആ പുസ്തകത്തെ അറിഞ്ഞ് കഥാപാത്രങ്ങളുടെ ആത്മാവിലൂടെ സഞ്ചരിച്ച് നമ്മൾ ജീവിച്ചിട്ടില്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും വ്യക്തിത്വ വികാസത്തിന് സഹായിക്കും എന്ന് തോന്നുന്നു. ഇന്നെല്ലാവരും മൊബൈൽ ഒരു ചെറിയ സ്ക്രീനിൽ അങ്ങ് ഒതുക്കുകയാണല്ലോ. കിട്ടാനുള്ളതെല്ലാം അതിൽ നിന്ന് വാങ്ങിക്കുക, വേണ്ടതെല്ലാം അവിടെ നോക്കുക. നമ്മുടെ സമൂഹത്തിൽ അക്രമങ്ങളും അനീതികളും വർദ്ധിക്കുന്ന ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. പത്രവായന ഉൾപ്പെടെ കുറയുന്നില്ലേ? കുറയുന്നു. അതിനെന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അതിന് ചെയ്യാൻ പറ്റുന്നത് സ്കൂളുകളിൽ പത്രവിതരണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അത് പറയുമ്പോൾ പോലും ക്ലാസ്സുകളിൽ വരുന്ന പത്രങ്ങൾ വായിക്കാതെ തൊട്ട് പോലും ചെയ്യാതെ ഇടുന്ന ക്ലാസ്സുകൾ, വലിച്ചു കയറി കളിക്കുന്ന ക്ലാസ്സുകളും ഒക്കെ ഉണ്ട്. പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രയോജനപ്പെടുത്തുന്ന ക്ലാസ്സുകളുണ്ട്, ഒരുപാടുണ്ട്. ഒരുപാടുണ്ട്. അപ്പം നമുക്ക് കുറച്ച്
ആളുകൾ മോശമായി പോയാലും ഒരു ഭൂരിപക്ഷത്തെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ക്ലാസ് മുറിയിൽ പത്രത്തിനോടെ കഴിയുന്നുണ്ട്. കഴിയുന്നുണ്ട്. അതുപോലെ ഈ ദിനാചരണങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ പരിസ്ഥിതി ദിനാചരണം പോലെ വായനാ ദിനാചരണം ഒതുങ്ങുവാണോ? വായനാ ദിനാചരണം അത് എല്ലാ സ്കൂളുകളിലും അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ആക്റ്റീവായിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരുപാട് സ്കൂളുകൾ, നമ്മുടെ സ്കൂൾ ഉൾപ്പെടെ ഒരുപാട് സ്കൂളുകളുണ്ട്. അതായത് കുട്ടികൾക്ക് വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ഓരോ ദിനാചരണത്തിലും നമ്മൾ മനസ്സുകൊണ്ട് ഏറ്റെടുക്കേണ്ടത്. അപ്പോൾ കുട്ടികൾക്ക് ഏത് പുസ്തകം ചോദിച്ചാലും സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് സ്വതന്ത്രമായിട്ട് എടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവണം. ഏതെങ്കിലും എഴുത്തുകാരെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഇല്ല, സ്കൂളുകളിൽ ആരും വന്നിട്ടില്ല? കണ്ടിട്ടില്ല. ഇല്ല. ഏതെങ്കിലും സാഹിത്യ ക്യാമ്പുകളിലെ ക്ലബ്ബുകളൊക്കെ നടത്തുന്ന സാഹിത്യ ക്യാമ്പുകളൊക്കെ ഇല്ലേ, എഴുത്ത് ശില്പശാല, അതിലേതെങ്കിലുമൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ മോള്? ഞാൻ വിദ്യാരംഗത്തിൻ്റെ സംസ്ഥാന സർഗോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ശില്പശാലയിൽ പങ്കെടുത്തിട്ടുണ്ട്. കാണാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും എഴുത്തുകാരുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ ചിന്തിച്ചിട്ടില്ല. പിന്നെ MT കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആഗ്രഹം പോയി. MTയുടെ കൃതികളൊക്കെ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. മഞ്ഞ് വായിച്ചിട്ടുണ്ട്, നാലുകെട്ട് വായിച്ചിട്ടുണ്ട്, രണ്ടാം മൂഴം ഇപ്പം ഈ വെക്കേഷന് വായിച്ചിട്ടുണ്ട്. കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ? കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വീട്ടിൽ തന്നെ ഇയാൾക്കൊരു എതിരാളി ഉണ്ടല്ലോ, പാട്ടിലും ഓക്കെ ഇല്ലയോ? എങ്ങനെയുണ്ട് ആളുമായിട്ടുള്ള ചങ്ങാത്തം, പാട്ടിന് വെളിയിലുള്ള സഞ്ചാരം? ഞങ്ങൾ തമ്മിലുള്ള വളരെ ക്ലോസ് ആണല്ലോ, പറയുകയേ വേണ്ട. അതുകൊണ്ടാണ് ഇത്രയും വഴക്കുണ്ടാവുന്നു ഇല്ലേ? ചേച്ചിയുടെ പാട്ടുകളൊക്കെ പഠിക്കാറുണ്ടോ? അവൻ എന്നെ കൊണ്ട് പാടിപ്പിച്ച് കേൾക്കും, പിന്നെയും പാടിക്കും ഇഷ്ടമുണ്ടെങ്കിൽ. ഉണ്ടാക്കി. വീട്ടിലെ നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷങ്ങളൊക്കെ ഒന്ന് പറ. അച്ഛൻ, അമ്മ? അച്ഛൻ്റെ പേര് ഹരീന്ദ്രനാഥ് ആർ, അമ്മ സുമായസ്. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ അടൂർ താലൂക്കിലെ ഡെപ്യൂട്ടി തഹസിൽദാറാണ്. അമ്മ എൻ്റെ സ്കൂളിലെ ഹൈസ്കൂൾ ബയോളജി ടീച്ചറാണ്. താമരക്കുടി സ്കൂളിൽ തന്നെ. അനിയത്തി GWLPS താമരക്കുടിയിൽ 3ാം ക്ലാസ്സിൽ. പേരെന്തോ അനിയത്തിയുടെ? ധ്വനി എസ്കരി. ധ്വനി അല്ലേ? നമ്മുടെ വീട്ടുപേരെന്തുവാ? കാമ്പോജി ഒരു രാഗത്തിൻ്റെ പേരല്ലേ? ധ്വനിയും സംഗീതമായിട്ട് ബന്ധപ്പെട്ടല്ലേ അല്ലേ? അപ്പോൾ ആരാ സെലക്ട് ചെയ്ത്? അച്ഛനാ. അച്ഛന് സംഗീതത്തോട് വളരെ ഇഷ്ടമുള്ള കൂട്ടത്തിൽ. അപ്പോൾ ഇതിൻ്റെ പിന്നെ നട്ടലെന്ന് പറയുന്ന അച്ഛനാ. സംഗീതം ഇഷ്ടമാണ്, കവിത ഇഷ്ടമാണ്. മോളൊരാഴ്ചയിൽ എത്ര പുസ്തകം വായിക്കും? എന്നോ ഞാൻ എടുത്തിട്ടില്ല. സമയം കിട്ടുമ്പോഴെല്ലാം വായിക്കും. ഇതുവരെ വായിച്ചു തീർന്നിട്ടുള്ള പുസ്തകങ്ങൾ എത്ര എണ്ണം അങ്ങനെ വല്ലതും അറിയത്തില്ല. ഇല്ല. ഈ കവിതകൾക്കാണോ മുൻഗണന കൊടുക്കുന്ന വായനയിൽ? അങ്ങനെയില്ല അങ്ങളെ. പൊതുവെ എനിക്ക് നോവലുകൾ ഇഷ്ടമാണ്, കഥകൾ ഇഷ്ടമാണ്. കിട്ടുന്നതൊക്കെ വായിക്കും. ഈ എഴുത്ത് മത്സരങ്ങൾ മാത്രമുള്ളോ അതോ അല്ലാതെ എഴുതാറുണ്ടോ? ഓരോ സംഭവങ്ങൾ നമുക്ക് ടച്ച് ചെയ്യുമ്പോഴാണ് എഴുതാറുള്ളത്. മത്സരങ്ങൾക്കും എഴുതും. ഏതൊക്കെ സംഭവങ്ങളാണ് നമ്മുടെ അടുത്ത കാലത്ത് മനസ്സിൽ സ്പർശിച്ചിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്? അടുത്ത കാലത്ത് മനസ്സിൽ സ്പർശിച്ച ഒരു സംഭവം യമുന നദിയിലെ ജലത്തിൻ്റെ മലിനീകരണമാണ്. അപ്പോൾ ഈ ഡൽഹിയിലെ ഭരണമാറ്റമായിട്ടൊക്കെ ബന്ധപ്പെട്ട് യമുന നദിയുടെ ഒരുപാട് വാർത്തകൾ TV-യിലൊക്കെ വന്നിരുന്നു. ഇപ്പോഴാണ് കാണുന്നത് ഒരുപാട് വിഷപ്പതയൊക്കെ നിറഞ്ഞ് ഇവിടെ ആളുകൾക്ക് ഇറങ്ങാനോ വെള്ളം എടുക്കാനോ ഒന്നും പറ്റാത്ത വളരെ മോശം ഒരു അവസ്ഥയിൽ കണ്ടു. അന്നേരം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്തപ്പം ഞാൻ ഉദ്ദേശിച്ചതിനും വളരെ മോശമായൊരു സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലായി. യമുന നദിയുടെ അതായത് ഫാക്ടറികളിലെയൊക്കെ മാലിന്യം മുഴുവനും ഇതിലേക്ക് തള്ളുകയും പിന്നീട് അവിടുന്ന് തന്നെ ഈ നദിയിൽ നിന്ന് തന്നെ പല കുടിവെള്ള പദ്ധതികളും പോകുന്നുണ്ട്. അപ്പോൾ വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് യമുന നദിയും തോന്നുന്നത്. അപ്പോൾ അത് ഹർട്ട് ചെയ്തു. അങ്ങനെ എഴുതിയ കവിതയാണ് കളിന്തപുത്രി. അത് കളിന്തപുത്രി. ആ കവിത പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുത്തു. ജലശക്തി മന്ത്രാലയത്തിൻ്റെ കത്തും. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നതാണ് അല്ലേ? നമാമി ഗംഗെ മിഷന്റെ ഭാഗമായിട്ട് വന്ന കത്താണ്. ശരി. എന്ത് മറുപടിയാ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ? കവിതയെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടും അതുപോലെ ഇതുപോലത്തെ നല്ല കാര്യങ്ങളിൽ പൊതുജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ആവശ്യപ്പെട്ടുകൊണ്ടും ഒക്കെ ഉള്ള ഒരു കത്തായിരുന്നു. പിന്നെ അതുപോലെ യമുന നദിയിലെ ജലത്തിൻ്റെ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളെക്കുറിച്ചുള്ളൊരു വിശദീകരണമുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു കത്തെഴുതിയപ്പോൾ, ഒരു കവിത അയച്ചപ്പോൾ
അത്ര വിശദമായൊരു മറുപടിയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നമുക്ക് കിട്ടിയത്. എന്തു തോന്നി? ഇതുപോലെ അപ്രതീക്ഷിതമായിരുന്നു അതും അതും. ഓർമ്മയുണ്ടോ ആ കവിത? ഒന്ന് ചൊല്ലാം. ധന്യമാമൊരു മൗന തപസ്സിൻ്റെ പുണ്യമായുർവിയിൽ വന്ന വാഹിനി, സൂര്യപുത്രി കളിന്ത ശൈലത്തിൻ്റെ ഹൃദിയിൽ വാത്സല്യ തീർത്ഥം നിറച്ചു നീ. ശിലകളിൽ ചിന്നിയൊഴുകി അഭൗമമാം പ്രഭവിടർത്തുമാ സൗന്ദര്യധാരയെ, അചലപുത്രിയാം കാളിന്തി എന്നു പേരോതിയല്ലോ വിളിക്കുന്നു ദിക്കുകൾ. ദാഹമാർന്നു വരണ്ട തടങ്ങളിൽ ജീവരേഖയായി സൗഭാഗ്യഹർഷമായി, ഉന്നത ധ്യാനമുണരും മനസ്സിലെ പാപനാശന തീർത്ഥമായി സത്യമായി. ഇതാണ് നമ്മളെ അവസാനമായിട്ട് സ്പർശിച്ച സംഭവം അല്ലേ? പിന്നെ പഹൽഗാം ഭീകരാക്രമണം. അതായത് പഹൽഗാമിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടോ? പഹൽഗാമിനെ കുറിച്ച് എഴുതണം എന്ന് വെക്കുന്നു. എഴുതണം. എഴുതിയോ? എഴുതണം. അപ്പോൾ ഭദ്രയുടെ അടുത്ത കവിത ഉടൻ തന്നെ ഉണ്ടാകും അല്ലേ? നമ്മുടെ മറ്റു വിഷയങ്ങൾ എന്തെങ്കിലും വിഷയാധിഷ്ഠിതമായിട്ടാണ് കവിത എഴുത്ത് പ്രധാനമായിട്ടും അല്ലേ? അത് മനസ്സിൽ പതിയുന്ന വിഷയങ്ങളെ വെച്ചാണ് കവിത എഴുതുന്നത്. അത് വെറുതെ മത്സരത്തിന് വേണ്ടിയോ സമ്മാനത്തിന് വേണ്ടിയോ അല്ല. അപ്പോൾ അതൊരു മെസ്സേജാണ് അല്ലേ? അതെ. അപ്പോൾ ഇനി സ്കൂൾ തുറക്കാൻ 2-3 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അത് പറഞ്ഞ പോലെ തന്നെ പ്രകൃതിയുടെ വിസ്മയം അല്ലേ ചെപ്പിലൊരുക്കിയ മഴമേഘങ്ങൾക്ക് താഴെയാണ് അടുത്തൊരു അധ്യയന വർഷം കൂടി കടന്നെത്തുന്നത്. ഞാൻ ആ സ്കൂളിൽ നിന്ന് പോരുകയാണെന്നൊരു വിഷമം അതുണ്ട് അല്ലേ? ആ സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് ഇല്ല, ഹയർ സെക്കൻഡറി ഇല്ല അല്ലേ? VHSC ആണ്. അപ്പോൾ ആ സ്കൂളിൻ്റെ പടിയിറങ്ങുന്നതിനുള്ളൊരു സങ്കടമുണ്ട് അല്ലേ? അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് അനിവാര്യമാണ് അല്ലേ? മോള് അവിടെ തന്നെ അല്ലേ? താമരക്കുടി ഇളയ മോള് താമരക്കുടിയിലല്ലേ? LPSലാണ്. അപ്പോൾ നമ്മൾ നാടാകെ ഏറ്റുപാടുന്ന പിന്നെ ജൂൺ 2-ന് തന്നെ സ്കൂൾ തുറക്കുമെന്നാണ് പ്രതീക്ഷ അല്ലേ? മഴമേഘങ്ങൾ ചതിച്ചില്ലെങ്കിൽ അല്ലേ? അങ്ങനെ ഏറ്റുപാടുന്ന ആ കവിത ഒന്ന് കേട്ടുകൊണ്ട് നമുക്ക് ഈ സംവാദം അവസാനിപ്പിക്കാം. എന്താ? ഓക്കെ, പാടിയ. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായുത്സവമേളം വരവായി, കുസൃതി വിടർന്ന മിഴിക്കോണുകളിൽ കൗതുകലോകം വരവായി. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതുമറിഞ്ഞിടാം. സമത്വമുണരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ, ശാസ്ത്രമൊരുക്കും നവലോകത്തിൽ ശാരിക പാടിയ കവിതകളിൽ, നമുക്കുമറിവിൻ പൊൻതൂവലിനാൽ സ്വപ്നച്ചിറകുകൾ നേടിയിടാം. ഏകതയേകും പുതുപുലരികളിൽ പുതിയ ചരിത്രം വിടരട്ടെ. കൊച്ചുകിനാവിൻ ചിറകുകളരിയും ലഹരിക്കെതിരായി കൈകോർക്കാം. കലാലയങ്ങളിൽ നിന്നു തുടങ്ങാം കരുത്തുണർന്നൊരു പോരാട്ടം. കരുതലിനുജ്വല കവചത്താൽ നവ കേരളമൊന്നിനി നേടിയിടാം. വെരി ഗുഡ്. സംസാരം ഒട്ടാകെ ഭദ്രയുടെ വരികൾ ഏറ്റുപാടട്ടെ. ഭദ്രയിൽ നിന്ന് ഇനിയും നല്ല കവിതകൾ, നല്ല ലക്ഷണമൊത്ത നല്ല കവിതകൾ ഉണ്ടാകട്ടെ എന്ന് ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം മോളെ. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായുത്സവമേളം വരവായി, കുസൃതി വിടർന്ന മിഴിക്കോണുകളിൽ കൗതുകലോകം വരവായി. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതുമറിഞ്ഞിടാം. സമത്വമുണരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ, ശാസ്ത്രമൊരുക്കും നവലോകത്തിൽ ശാരിക പാടിയ കവിതകളിൽ,
നമുക്കും അറിവിൻ പൊന്തൂവലിനാൽ സ്വപ്ന ചിറകുകൾ നീട്ടിടാം. ഏകതയേകും പുതുപുലരികളിൽ പുതിയ ചരിത്രം വിടരട്ടെ. കൊച്ചു കിനാവിൻ ചിറകുകളറിയും ലഹരിക്കെതിരായി കൈകോർക്കാം. കലാലയങ്ങളിൽ നിന്നു തുടങ്ങാം കരുത്തുണർന്നൊരു പോരാട്ടം. കരുതലിനുജ്വല കവചത്താൽ നവകേരളം ഒന്നിനെ നേരിടാം.